സംസ്ഥാന പോലീസിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നതെല്ലാം ഒരു പോടാ പുല്ലിയ പോലീസേ എന്ന മുദ്രാവാക്യമാണ്. ഇതിനു മുമ്പും പ്രതിപക്ഷത്തിരുന്ന രാഷ്ട്രീയ കക്ഷികളടക്കം പോലീസിനെതിരായ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ, പ്രക്ഷോഭം നടക്കുമ്പോൾ പോലീസിൻ്റെ മർദ്ദനത്തിനെതിരെയൊക്കെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കളെയും അല്ലെങ്കിൽ പ്രതിഷേധ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന യുവ നേതാക്കളെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ ഒരു പോലീസിൻ്റെ നടപടിക്കെതിരെ മുദ്രാവാക്യം വിളിയുന്ന പേരിൽ ഇത്തരം കുറേ വിശേഷണങ്ങളൊക്കെ ഘോരഘോരം വിളിക്കാറുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പോടാ പുല്ലിയ പോലീസ് എന്നൊരു മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത് BJP പ്രവർത്തകരാണ്. ഈ BJP പ്രവർത്തകർ എന്നതിലുപരി അതിൽ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന, കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് മേധാവിയായിരുന്ന R. ശ്രീലേഖ എന്ന തിരുവനന്തപുരം നഗരസഭയിലെ ശാസ്താംകുളം വാർഡിലെ കൗൺസിലറായ ആ രാഷ്ട്രീയ പ്രവർത്തകയാണ് പോടാ പുല്ലിയ പോലീസ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഇതാണിപ്പോൾ സംസ്ഥാന പോലീസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസിനെ എന്ന് പറഞ്ഞാൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന നേതാക്കളെ. കാരണം അവർ ഇടത് ആഭിമുഖ്യമുള്ള നേതാക്കളാണ്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ 10 വർഷമായിട്ട്, കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇടത് നിയന്ത്രണത്തിലാണ്. ഉമ്മൻചാണ്ടി സർക്കാർ വന്നാലും, ആന്റണി സർക്കാർ വന്നാലും, പിണറായി സർക്കാർ വന്നാലും ഒക്കെ ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തന്നെയാണ്. ഒരുപാട് ഗുണകരമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതൊന്നും മറച്ചു വയ്ക്കുന്നില്ല, അതൊന്നും തള്ളിക്കളയുന്നില്ല. കേരള പോലീസ് സേനയുടെ യശസ് ഉയർത്തുന്നതിൽ, അവരുടെ അഭിമാനം ഉയർത്തുന്നതിൽ, പോലീസ് സേനയുടെ അന്തസ്സ് കാക്കുന്നതിലൊക്കെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും അവരുടെ മൂല്യം ശോഷണം വരാതെ നോക്കുന്നതിലുമൊക്കെ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായൊരു മുദ്രാവാക്യം വിളിയായി മാറി. അവർ അത് ഏറ്റെടുത്തു. R. ശ്രീലേഖയ്ക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം, അതിന് പിന്നാലെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന നേതാക്കളുടെ പ്രതിഷേധ പ്രസ്താവനകൾ, അതിന് R. ശ്രീലേഖ IPSൻ്റെ മറുപടി, ഇതൊക്കെയായി ഇപ്പോൾ കേരള രാഷ്ട്രീയം കൊഴിഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയക്കാർ പോലീസിനെ അപഹസിച്ചു എന്നതിലുപരിയായി ഒരു മുൻ DGP ഇത്തരമൊരു വാക്കുപയോഗിച്ചു എന്നതിലാണ് എല്ലാ പോലീസ് ഇടത് നേതാക്കളും അതിലൊരു കല്ലുകടി കാണുന്നത്. അങ്ങനെ ആദ്യം R. ശ്രീലേഖയ്ക്കെതിരെ ആ മുദ്രാവാക്യം വിളിക്ക് ഇടയാക്കിയ ആ പ്രകടനത്തിൻ്റെ പേരിൽ പൊതുനിരത്ത് തടസ്സപ്പെടുത്തിയതിന് ശ്രീലേഖയ്ക്കെതിരെ ആദ്യം കേസെടുക്കാൻ സംസ്ഥാന പോലീസ് വിസമ്മതിച്ചു. ശ്രീലേഖ പ്രതിപ്പട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പിന്നീട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സമ്മർദ്ദപ്രകാരം ശ്രീലേഖയ്ക്കെതിരെയും കേസെടുത്തിരിക്കുന്നു. അത് സ്വാഭാവികം. കാരണം ഏത് രാഷ്ട്രീയ നേതാവായാലും, ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും കണ്ടാലറിയുന്ന പൊതുനിരത്തിൽ പ്രകടനം നടത്തിയവർക്കെതിരെ കേസെടുക്കും. അങ്ങനെ ഇതാ ശ്രീലേഖയെ മ്യൂസിയം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് മൊഴി നൽകുന്നത്. ശ്രീലേഖയും 6ാം പ്രതിയാണ് ഡെപ്യൂട്ടി മേയർ ആശാനാഥ്. അങ്ങനെ ഇവർ 6 പ്രതികളടക്കം കണ്ടലറിയുന്ന 20 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 6 പ്രതികളെയും പോലീസ് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ശ്രീലേഖ എന്ന വ്യക്തി മുൻ DGP എന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ഭാരതീയ ന്യായ സംഹിതയിൽ ഒരു പൗരയ്ക്കോ ഉള്ള അവകാശങ്ങളും അവർ നേരിടേണ്ടുന്ന നിയമ വ്യവസ്ഥകളുമൊക്കെ ഇവർക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കേസെടുത്ത് ശ്രീലേഖ ജാമ്യമെടുത്ത്, അത് FIR ഇട്ട കേസിൽ ശ്രീലേഖയ്ക്ക് ജാമ്യമെടുത്ത് പോകേണ്ടി വരും. എന്തായാലും രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ ഇങ്ങനെയാണ്, പോലീസിക്കല്ല. രാഷ്ട്രീയ പ്രവർത്തകരായി പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ, അവർ പ്രതിഷേധം നടത്തിയാൽ അതിന് ബദലായി നമ്മുടെ സംസ്ഥാനത്തെ നിയമപ്രകാരമുള്ള, നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരമുള്ള കേസുകളെയും FIR അടക്കമുള്ള കേസുകളെയും നേരിടേണ്ടി വരും. പക്ഷേ ഇവിടെ ഒരു മുൻ പോലീസ് മേധാവി പോലീസുകാരെ ഒന്നിടങ്കം പോടാ പുല്ലിയ പോലീസ് എന്ന് വിളിച്ചതാണ് ഏറെ വിവാദമായിരിക്കുന്നത്.